ആണ്ട് നേർച്ചയ്ക്ക് ബദരീങ്ങളുടെ നേർച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ പോത്തിനെയോ കാളനെയൊക്കെ അറുത്തിട്ട് നേർച്ച കഴിക്കാറുണ്ട്. അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്നതും പന്നി ഇറച്ചി ഭക്ഷിക്കുന്നതും ഒരുപോലെയാണെന്ന് ഇവിടുത്തെ മുജാഹിദീങ്ങൾ അല്ലെങ്കിൽ സെലഫികൾ ഇവിടെ നാട്ടുകാരെ എല്ലാവരും പ്രചരിപ്പിക്കുന്നു. അതിനൊരു വ്യവസ്ഥ പറയാൻ താല്പര്യം. അല്ലല്ലേ, ആണ്ടിറച്ചി എന്ന് പറയുന്നത് ബദരീങ്ങൾ എന്ന മഹാത്മാക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യാന്നല്ലേ അതിലുള്ളത്. ബദരീങ്ങൾ എന്ന മഹാത്മാക്കളുടെ പേരിൽ നമ്മൾ അറുത്ത് ദാനം ചെയ്യുക, അല്ലെങ്കിൽ അറുത്തിട്ട് ഇറച്ചി വെച്ചുകൊടുത്ത് ദാനം ചെയ്യുക. ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ദാനം ചെയ്യുക എന്ന് പറഞ്ഞതാണ് അതിലുള്ളത്. അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമെന്നും അവർക്കതിൻ്റെ പുണ്യം കിട്ടുമെന്നും. അതിലാർക്കും എതിരഭിപ്രായമല്ല പണ്ഡിത ലോകത്ത്. മരണപ്പെട്ടവരുടെ പേരിൽ സദക്ക ചെയ്യുന്നത് പുണ്യമുള്ളതാണെന്നത്. അത് ചിലർ നീർച്ചയാക്കലായിരിക്കും ഈ സദക്കനെ, അതുകൊണ്ട് അതിനെ നീർച്ചാന്ന് പേര് പറയും. ഇപ്പൊ ബദരീങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരിൽ അറുത്തു കൊടുത്ത് ദാനം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കപ്പെട്ട നീർച്ചാന്ന് അതിന്റെ അർത്ഥം. അത് ബദർ ദിനവുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന ദിവസത്തിൽ നടത്തും നമ്മൾ. അപ്പൊ ബദരീങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന റമദാൻ 17 അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബദരീങ്ങളുടെ പേരിൽ സദക്ക ചെയ്യുന്ന ഇടപാടാണ് ഇത്. മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ പേരിൽ സദക്ക ചെയ്യപ്പെടുന്ന മൃഗവും അതിന്റെ ഇറച്ചിയും ഒക്കെ പന്നിയിറച്ചി പോലെയാണ് എന്ന് പറയുന്നവരല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്? അബദ്ധമായ രോഷപ്രകടനം മാത്രമാണത്. അതൊന്നും പറയുന്നത് ശരിക്കൊള്ളാൻ പറ്റും. നീർച്ച മുഴുവൻ അള്ളാഹുവിന് മാത്രമല്ലേ പറ്റൂ? നീർച്ച മറ്റൊരു വ്യക്തിയുടെ പേരിൽ നീർച്ച പറ്റുമോ? വ്യക്തിയുടെ പേരിലല്ല നീർച്ച, വ്യക്തിയുടെ പേരിൽ സദക്ക ചെയ്യാൻ നീർച്ച. വ്യക്തിയുടെ പേരിൽ സദക്ക ചെയ്യാൻ നേർച്ച. കഞ്ഞി കുടിച്ചു എന്നറിയില്ല നമ്മൾ സാധാരണ. കഞ്ഞി കുടിച്ചു എന്ന് പറയാറില്ലേ? കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞാൽ കഞ്ഞി നമ്മളെ ആരും കുടിക്കൂലല്ലോ. കഞ്ഞിനെ നമ്മൾ കുടിച്ചു എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാണ്. ഇങ്ങനെയുണ്ട് ചില പ്രയോഗങ്ങൾ. അതേ രീതിയിലുള്ളൊരു പ്രയോഗമാണ് ബദരീങ്ങളുടെ പേരിൽ നീർച്ച. ബദരീങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറയുമ്പോൾ തന്നെ ബദരീങ്ങളുടെ പേരിൽ സദക്ക ചെയ്യാൻ നീർച്ച എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ചുരുക്കി ഉപയോഗിക്കുന്ന വാചകമേ ഉള്ളൂ. അപ്പോൾ ഉദ്ദേശം വ്യക്തമായ ഒരു ചുരുക്കവാചകം പറഞ്ഞിട്ട് ഉദ്ദേശം വ്യക്തമായ ഒരു കാര്യത്തെ നീർച്ചയാക്കണം. ഉദ്ദേശം വ്യക്തമാണ്, മരണപ്പെട്ടു പോയ ബദരീങ്ങളുടെ പേരിൽ ദാനം ചെയ്യുവാൻ വേണ്ടിയുള്ള നേർച്ച. അതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ബദരീങ്ങൾക്ക് നേർച്ചയാക്കിയതല്ലത്. ബദരീങ്ങൾക്ക് നേർച്ചയാക്കാന്ന് പറയുന്നതാണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാന്ന് പറയാം. ഇനി ഒരാളുടെ വാചകത്തിൽ ബദരീങ്ങൾക്ക് നീർച്ച എന്ന് വന്നാലും മരണപ്പെട്ടവർക്ക് നീർച്ച എന്ന് സാധാരണക്കാരുടെ വാചകത്തിൽ വന്നാൽ മരണപ്പെട്ടവരുടെ പേരിൽ സദക്ക ചെയ്യാൻ നേർച്ച എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നതുകൊണ്ടും അത് എല്ലാവർക്കും വ്യക്തമായതുകൊണ്ടും ആ അർത്ഥത്തിൽ ആ വാക്കിനെ മനസ്സിലാക്കണമെന്നും അതർത്ഥത്തിൽ തന്നെ സദക്ക ചെയ്യാനുള്ള നേർച്ചയാണതെന്നുമാണ് മഹാനായ ഇബ്നു ഹജർ തുടങ്ങി ഒരുപാട് ആളുകൾ വ്യക്തമാക്കിയത്. നമ്മളെ ഫിഖിന്റെ കിതാബുകൾ വളരെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തെ എടുത്തു പൊക്കിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നീർച്ചയാക്കേണ്ടത് നീർച്ച അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. മരണപ്പെട്ടവരുടെ പേരിൽ ബദരീങ്ങളെ പേരിൽ നീർത്താന്നല്ല നിങ്ങൾ സംസാരിച്ചു തന്നെ. ബദരീങ്ങളുടെ പേരിൽ നീർത്ത, ബദരീങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ബദരീങ്ങളുടെ പേരിൽ അറുത്ത് ദാനം ചെയ്യാനുള്ള നീർച്ച. ഇനി ബദരീങ്ങൾക്ക് നീർച്ച എന്ന് ഒരാളുടെ ഭാഷയിൽ വന്നാലും ഈക്ക് എന്ന് പറയുന്ന ആള് മരണപ്പെട്ടവരാണെങ്കിൽ ആ മരണപ്പെട്ടവരുടെ പേരിൽ നടത്തുന്ന സദക്ക എന്നാണ് ആ നേർച്ചയുടെ ഉദ്ദേശം എന്നതുകൊണ്ട് മരിച്ചവർക്കും മരിച്ചവരുടെ ഖബറുകൾക്കും എന്നൊക്കെ നേർച്ചയിൽ ഉപയോഗിച്ചാലും ആ നേർച്ച സാധുവാണെന്നും അത് അള്ളാഹുവിന് വേണ്ടി നേർച്ച എന്ന് പറയുന്ന നെതിറിൽപ്പെട്ടതാണെന്നും നമ്മുടെ ഫിഖിന്റെ കിതാബുകളിലൊക്കെ നെതിറിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തൗഹീദിന് വിരുദ്ധ ഏതായാലും അല്ല. ഈ ചർച്ചയിൽ തൗഹീദ് അർത്ഥത്തിൽ പേടിക്കും വേണ്ട. ആ കാര്യം പുണ്യം കിട്ടുന്നതാണ് എന്ന് ഫിഖിന്റെ കിതാബിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ മരിച്ച വീട്ടിൽ യാസീനോദ, ഖബറാളിക്ക് യാസീനോദ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനൊരു കൂലി ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു പുണ്യമില്ല, കൂലിയുമില്ല, ഒരടിസ്ഥാനമല്ല. മാത്രമല്ല അതിലും നമ്മൾ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിലും വമ്പൻ ചോദ്യം, ഇത് മുമ്പ് വല്ലപോലെ കാട്ടിയിരുന്നോ, മുമ്പ് വല്ല തെളിവുണ്ടോ, സ്വഹാബത്തിൽ വല്ല തെളിവുണ്ടോ, അത് താബിഈന് വല്ല തെളിവുണ്ടോ എന്ന് വമ്പൻ ചോദ്യം ചോദിച്ച് നമ്മൾ ചോദിക്കുകയും ചെയ്യും. എന്ത് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കില്ല. ഇതിനെന്താ ഓരോരുത്തർ അടിസ്ഥാനമായിട്ടൊന്നും പറയാനൊന്നും പറ്റാതെ. അതിന് നിരവധി തെളിവുകളുണ്ട്. മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ധാരാളം ഇമാമുകൾ നമ്മളിങ്ങനെ ഓതിയാൽ തന്നെ
ആ ഓതലുകൊണ്ട് തന്നെ മരണപ്പെട്ട മയ്യത്തിന് കിട്ടും എന്ന് പറഞ്ഞവരാണ്. മദ്ഹബിന്റെ ഇമാമുകളിൽ 3 ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ്. ബഹുഭൂരിപക്ഷം ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണ പ്രകാരം മരിച്ചവർക്ക് വേണ്ടി ഓതിയാൽ ആ ഓതിയത് നേരിട്ട് തന്നെ മയ്യത്തിന് കിട്ടൂലെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്താൽ അത് ഉപകരിക്കുമെന്നും അവരെ വിചാരിച്ചുകൊണ്ട് ഓതിയാൽ അത് കിട്ടുമെന്നും അവരുടെ ഹളറത്തിൽ വെച്ചോ ഖബറിങ്കിൽ വെച്ചോ ഓതിയാൽ അത് ഉപകാരപ്രദമാണെന്നും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖബറിന്റെ അടുത്ത് വെച്ചോ മരിച്ചവരുടെ അടുത്ത് വെച്ചോ അവരെ വിചാരിച്ചോ ശേഷം ഓതി ഹദിയ ചെയ്തോ ദുആ ചെയ്താൽ അത് മരിച്ചവർക്ക് ഉപകാരപ്പെടുമെന്നതിൽ 4 മദ്ഹബിന്റെ ഇമാമുകളും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ്. നിരവധി ഹദീസുകൾ അതിന് തെളിവായിട്ട് പലരും ഉദ്ധരിക്കുന്നുമുണ്ട്. അപ്പൊ ഇവകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇമാമുകൾ ചെയ്യുന്നത്. ഇമാം സുയൂത്തി തന്റെ ശറഹ് സുദൂർ എന്ന കിതാബിൽ, ഇമാം ഹലാൽ തന്റെ ജാമിഇ ശഅബി റളിയല്ലാഹു അൻഹു എന്ന താബിഈങ്ങളിൽപ്പെട്ട മഹാനത്വത്ത് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു അസറാണിത്. അദ്ദേഹം പറയുന്നു, കാലത്തിൽ അൻസാറു ഇദാ മാത ലഹുമുൽ മയ്യിത്തു ഇഖ്തലഫൂ ഇലാ ഖദ്രിഹി യഖറഊന ലഹുൽ ഖുർആൻ. അൻസാറുകളായ സ്വഹാബാക്കൾ അവരിൽപ്പെട്ട ആരെങ്കിലും ആള് മരണപ്പെട്ടാൽ ഇഖ്തലഫൂ ഇലാ ഖദ്രിഹി അവരുടെ ഖബറിലേക്ക് ഇവർ അങ്ങനെ ചെന്നു മടങ്ങുമായിരുന്നു. വന്നും പോയി കൊണ്ടേയിരിക്കും. യഖറഊന ലഹുൽ ഖുർആൻ, ഈ മയ്യത്തിനിക്ക് വേണ്ടി ഖുർആൻ ഓതിക്കൊണ്ട് ഖബറിൽ ഇങ്ങനെ ആളുകൾ കൊണ്ടുപോകല് അൻസാറുകളുടെ ഒരു നടപടിയായിരുന്നു എന്ന് ശഅബി എന്ന താബിഈങ്ങളിൽപ്പെട്ട മഹാൻ അൻസാരി സ്വഹാബാക്കളുടെ അന്നത്തെ ആചാരം വിവരിച്ചത് സഹിഹായതായി ഇമാം ഹലാൽ തന്റെ ജാമിയിൽ വിവരിച്ചത് സുയൂത്തി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തിന്റെ കാലം മുതൽ വരെ നടന്നു വരുന്ന ഈ നടപടി നമ്മുടെ ഇമാമിയങ്ങളൊക്കെ അംഗീകരിക്കുന്നതും 4 മദ്ഹബിന്റെ ഇമാമുകളും മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്ത് ഖബറിങ്കൽ ദുആ ഓത മരണപ്പെട്ടവരുടെ അടുക്കൽ ഓത ഈ ഓത്തൊക്കെ പുണ്യമുള്ളതാണെന്നും പ്രതിഫലാർഹമാണെന്നും സംബന്ധിച്ചതാണ്. എന്ന് മാത്രമല്ല, പുത്തൻവാദികൾ ആധാരമാക്കാറുള്ള ഇബ്നു തൈമിയ്യ തന്നെ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 181-ാമത്തെ പേജിൽ ഇത് വളരെ അംഗീകരിക്കുകയും ഇത് പുണ്യാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബ് റൂഹ് എന്ന കിതാബിൽ നിരവധി പ്രമാണങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വിവരിച്ചുകൊണ്ട് മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലപ്രദമാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ മുൻകഴിഞ്ഞ ഇമാമുകളും ഇപ്പോൾ പുത്തൻവാദികൾ ആധാരമാക്കുന്ന എല്ലാ ഇമാമിയങ്ങളും തന്നെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളോടൊപ്പം ഇത് അംഗീകരിച്ചവരും എല്ലാവരും അംഗീകരിച്ച നടപടിയാണ്. അത് അൻസാറുകൾ മുതൽക്ക് നടന്നു വരുന്ന നടപടിയാണെന്ന് ശഅബിയുടെ ഈ വാക്കിൽ നിന്ന് ഇമാം സുയൂത്തി ഉദ്ധരിച്ചതിൽ നിന്ന് സ്ഥിരപ്പെട്ടല്ലോ. അപ്പൊ അത്തരം പുണ്യാചാരമാണ്, അത് നടത്തിപ്പോരുക തന്നെ വേണം. മയ്യത്തുകൾക്ക് അതുകൊണ്ട് ഉപകാരവുമുണ്ട്. അള്ളാഹു നമ്മുടെ മയ്യത്തുകളെ നമ്മൾ ഓതുന്ന ഖുർആൻ കൊണ്ട് ഉപകരിക്കുകയും നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മക്കളും കൂട്ടുകുടുംബങ്ങളും നമുക്ക് വേണ്ടി ഓതിയിട്ട് ഹദിയ ചെയ്ത് അതുകൊണ്ട് ഉപകാരം നേടുകയും ചെയ്യുന്നവർ ഉൾപ്പെടുത്തുമാറാവട്ടെ.